കുറേ ആയി ഞാൻ വന്നിട്ട്. മടി പിടിച്ചു കേട്ടോ, ഒരുപാട് മടി വന്നു പോയി. എൻ്റെ വ്യൂസൊക്കെ പോയിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, യൂട്യൂബ് എടുത്തു കഴിഞ്ഞാൽ എനിക്കൊരു വിഷമമുള്ളത് എല്ലാവർക്കും ഷെയർ ചെയ്താൽ മാത്രമേ ലൈക്ക് കിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് എനിക്ക് ഞാൻ എടുക്കുന്ന വീഡിയോയ്ക്ക് മറ്റുള്ളവർക്ക് ഷെയർ ചെയ്ത് ലൈക്ക് വാങ്ങിക്കാമെന്ന് പറയുമ്പോൾ എനിക്കെന്തോ വല്ലാത്തൊരു ഫീലിങ്സ് തോന്നുന്നു. അതുകൊണ്ടൊക്കെയാണ് ഞാൻ കൂടുതലും അങ്ങോട്ട് മാറിയത് കേട്ടോ. എങ്കിലും കൂടി എനിക്ക് കഴിയുന്നില്ല എടുക്കണം. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ളത് വീഡിയോസ് ചെയ്യുക എന്നുള്ളത് തന്നെയാണ്. എൻ്റെ ഏറ്റവും വലിയൊരു ഹാപ്പിനെസ് എന്ന് പറയുന്നത് വീഡിയോസ് ചെയ്യുക, പാട്ട്, അതൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഹാപ്പി എനിക്ക് കിട്ടുന്നത്. അപ്പോൾ എന്തായാലും ഇപ്പോൾ കുറേ ആയി, ഇനിയിപ്പോൾ വീണ്ടും ഞാൻ ചെയ്യാം കേട്ടോ. ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത്, നമുക്ക് കൂടുതലും ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഉള്ളവർക്കും അതേപോലെ തന്നെ നമ്മൾ ഫേസിൽ കരിവാളിപ്പൊക്കെ ഉണ്ടെങ്കിലും പെട്ടെന്ന് എന്താ പറയുക, നമ്മൾ ഫേസ് ഇപ്പോൾ ഞാനിപ്പോൾ ഇവിടെ പിന്നെ പാർലറിൽ തന്നെ ചില ചേച്ചിമാർ വരുമ്പോൾ ഫേസ് തീരെ ക്ലിയർ അല്ലാതെ ബ്ലാക്ക് ഹെഡ്സ് ഇങ്ങനെ ചെറിയ ചെറിയ ഓണലുകൾ ഇവിടെ ഉണ്ടാവും, അതേപോലെ തന്നെ മൂക്കിൻ്റെ ഇവിടെ ഉണ്ടാവും, ഇവിടെയൊക്കെ ഉണ്ടാവും. അപ്പോൾ അങ്ങനെയുള്ളവർക്കും പിന്നെ അതേപോലെ തന്നെ വെയിലൊക്കെ കൊണ്ട് ശ്രദ്ധിക്കാതെ ഉള്ളവർക്കും കഴുത്തിന് ബ്ലാക്ക് മാർക്ക് ഉള്ളത്, അതേപോലെ തന്നെ അണ്ടർആംസ്, ഇതിനൊക്കെ നമ്മൾ ചെയ്ത് കഴിഞ്ഞാൽ അപ്പം തന്നെ അതിന് നല്ലൊരു റിസൾട്ട് ഉണ്ടാവും. തീർച്ചയാണ് കേട്ടോ. ചെയ്തിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചെയ്ത് നമ്മൾ കഴിയുമ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് നന്നായിട്ടുണ്ടാവും കേട്ടോ. അപ്പോൾ ഇന്നത്തെ ടിപ്സ് എന്ന് പറയുന്നത് അതാണ്. അപ്പോൾ നമുക്ക് വേഗം വീഡിയോയിലേക്ക് പോകാം. അതിനു മുന്നേ ഞാനൊന്ന് ചെറുതായിട്ട് പറയാം. 1 ടീസ്പൂൺ കടലപ്പൊടി, 1 ടീസ്പൂൺ കടലപ്പൊടിയാണെങ്കിൽ അതിന് നമ്മൾ അരമുറി നാരങ്ങാനീര് ഉപയോഗിക്കാം. അത് നമ്മൾ ക്വാണ്ടിറ്റി കൂട്ടിയാണ് എടുക്കുന്നതെങ്കിൽ നാരങ്ങാനീരാണ് അതിന് കളറ് കൂട്ടുന്നത്. അപ്പം നമ്മൾ ക്വാണ്ടിറ്റി എത്രയാണോ കൂട്ടുന്നത് അതിനനുസരിച്ച്, ഇപ്പോൾ നമ്മുടെ ശരീരം ഒന്നായിട്ട് തേച്ച് നമ്മൾ പിടിപ്പിച്ചിട്ട് കുളിക്കണം എന്നാണെങ്കിൽ അതിനനുസരിച്ച് നാരങ്ങാനീരും അതിനനുസരിച്ച് കൂട്ടിയെടുക്കണം. അപ്പോൾ 1 ടീസ്പൂൺ കടലപ്പൊടിക്ക് അരമുറി നാരങ്ങാനീര്, അതേപോലെ തന്നെ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1.5 ടീസ്പൂൺ നല്ല കട്ട തൈര്, ഇത്രയും കൂട്ടിയിട്ടാണ് ഈ ഒരു മിക്സിങ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നല്ല റിസൾട്ടാണ്. തീർച്ചയായിട്ടും എല്ലാവരും ട്രൈ ചെയ്യാം. അപ്പോൾ നമുക്ക് സമയം കളയുന്നില്ല. അപ്പോൾ വേഗം വീഡിയോയിലേക്ക് പോകാം. ടീസ്പൂൺ കടലപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1 മുറി നാരങ്ങാനീര് കേട്ടോ. അത് നമുക്ക് ക്വാണ്ടിറ്റി കൂട്ടുന്നതിനനുസരിച്ച് നാരങ്ങ ഒരു 2 ടീസ്പൂൺ എങ്കിലും എടുക്കണം, എന്നാലേ നല്ല കളറ് കിട്ടുള്ളൂ. ഒരു ടീസ്പൂണ് തൈര്. ഇത്രയും നന്നായിട്ട് മിക്സ് ചെയ്യാം. മിക്സ് ചെയ്യുമ്പോൾ കുറവാണെങ്കിൽ ഒന്നും കൂടി തൈര് കൂട്ടുക, തൈരോ നാരങ്ങനീരോ ഒന്നും കൂടി മിക്സ് ചെയ്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. അപ്പോൾ അത് നന്നായിട്ട് ഇത് മിക്സ് ചെയ്തോ. ഇനി ഇത് തിക്ക് പരുവത്തിൽ ഇത് ഫേസിലിടുക. നന്നായിട്ട് തിക്ക് രൂപത്തിൽ വേണം ഇത് നന്നായിട്ട് മിക്സ് ചെയ്യാൻ. അപ്പോൾ ഞാനിതാ ഫേസിലിത് അപ്ലൈ ചെയ്യുകയാണ് കേട്ടോ. ഇപ്പം ഞാൻ ഫേസിൽ മാത്രം ജസ്റ്റ് ഇടുന്നുള്ളൂ. അപ്പോൾ ഞാൻ ഇന്നലെയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അപ്പോൾ നല്ല റിസൾട്ട് ഉണ്ടാവും കേട്ടോ, നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ടാവും. അപ്പോൾ ഇപ്പം ഞാനിതാ ജസ്റ്റ് ഒന്ന് ഫേസിലിട്ടിട്ട് കാണിക്കുകയാണ് കേട്ടോ. ഞാനിപ്പോൾ ഒന്നും ഇട്ടിട്ടില്ല ഫേസിൽ. നന്നായിട്ട് നല്ല തിക്ക് രൂപത്തിലാണ് എടുത്തിരിക്കുന്നത്. അധികം ലൂസായി പോകരുത്, നന്നായിട്ട് തിക്കിലെടുക്കുക കേട്ടോ. അപ്പം ഞാനിതാ ജസ്റ്റ് ഫേസിൽ മാത്രം ഇട്ടിട്ടുണ്ട്. ഇത് ശരിക്കും നിങ്ങൾ ഇടുമ്പോൾ നമ്മുടെ കഴുത്തും കൂടി കവർ ചെയ്ത് വേണം ഇടാൻ. കഴുത്തിൻ്റെ ഈ ഭാഗത്തൊക്കെ ബ്ലാക്ക് ഉണ്ടാവും. അപ്പോൾ അതിനൊക്കെ വളരെ നല്ലതാണ് കഴുത്തിലിടുക. അണ്ടർആംസ് നമുക്ക് പെട്ടെന്ന് നല്ല റിസൾട്ട് കിട്ടുന്ന ഒരു കണ്ടൻ്റാണ് കേട്ടോ. തീർച്ചയായിട്ടും നല്ല റിസൾട്ട് ഉണ്ടാവും. അപ്പോൾ ഇത് 15 മിനിറ്റിന് ശേഷം വീണ്ടും കാണാം കേട്ടോ.
അധികം ഡ്രൈയിലേക്ക് പോകരുത്. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വീണ്ടും പറയാം. ഒന്നിതാ ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഡ്രൈ ആയതിലേക്ക് ഈ നാരങ്ങേൻ്റെ തോട് വെച്ചിട്ട് നമ്മൾ ഒന്നും കൂടി ഒന്ന് നന്നായിട്ടൊന്ന് മസാജ് കൊടുക്കുക. നന്നായിട്ട് ഒന്ന് മസാജ് കൊടുക്കുക. അത് നമ്മളുടെ ഈ ബ്ലാക്ക് ഒക്കെ ഉള്ള ഭാഗങ്ങളിലാണ് കൂടുതലും അങ്ങനെ ചെയ്യുന്നത്. ഫേസിൽ ചെയ്തിൽ കഴുത്തിൻ്റെ ഇവിടെയൊക്കെ ഒന്ന് ചെയ്യാം. എന്നിട്ട് ഒന്നും കൂടി ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വെറും വെള്ളത്തിൽ കഴുകുക കേട്ടോ. ഒന്ന് റൗണ്ടിന് അധികം ഡ്രൈ ആകരുത് കേട്ടോ. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയ ഉടനെ തന്നെ നമ്മൾ നാരങ്ങ കൊണ്ട് ഒന്നും കൂടി ഒന്ന് മസാജ് കൊടുത്തതിന് ശേഷം ഒന്ന് ജസ്റ്റ് ഡ്രൈ ആയിട്ട് ഒന്ന് കഴുകാം. നല്ല കളർ ചേഞ്ച് ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഒന്ന് നന്നായിട്ട് ആ നാരങ്ങൻ്റെ തോട് കൊണ്ട് ഒന്നും കൂടി ഒന്ന് മസാജ് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് ഡ്രൈ ആയതിനു ശേഷം വെറും വെള്ളത്തിൽ കഴുകിയിട്ട് കാണാം കേട്ടോ. അപ്പോൾ അതാ നല്ലൊരു ഫ്രഷ്നെസ് ഉണ്ട്. പക്ഷേ എൻ്റെ ക്യാമറേൻ്റെ പ്രോബ്ലമാണ്. നന്നായിട്ടുണ്ട് കേട്ടോ. ഞാൻ എൻ്റെ കണ്ണാടി നോക്കുമ്പോൾ അടിപൊളി നല്ല റിസൾട്ട് ഉണ്ട്. നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. ട്രൈ ചെയ്ത് നോക്കിയിട്ട് അതിൻ്റെ റിസൾട്ട് തീർച്ചയായിട്ടും ഉണ്ട് കേട്ടോ. അപ്പോൾ തന്നെ അതിൻ്റെ റിസൾട്ട് അറിയാം. നല്ലൊരു ഫ്രഷ്നെസ്സും ഉണ്ടാവും, അതുപോലെ നല്ലൊരു ക്ലിയറിറ്റി ഉണ്ടാവും. അതുപോലെ തന്നെ സ്കിന്നിൽ ഈ ഡെഡായിട്ടുള്ള ബ്ലാക്ക് ഹെഡ്സ് വൈറ്റ് ഹെഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നന്നായിട്ട് മാറ്റം ഉണ്ടാവും കേട്ടോ. അപ്പോൾ എല്ലാവരും ഇത് ട്രൈ ചെയ്യുക. ഒന്ന് കഴുകുമ്പോൾ ജസ്റ്റ് ഒന്ന് മസാജ് കൊടുത്തിട്ട് കഴുകുക കേട്ടോ. അപ്പോൾ എനിക്ക് ഒരു കാര്യം പറയാനുള്ളത്, കുറഞ്ഞ സബ്സ്ക്രൈബ് ഉള്ളെങ്കിലും കൂടി എനിക്ക് വ്യൂസ് ഉണ്ടായിരുന്നു ആദ്യം കേട്ടോ. ഞാൻ കറക്റ്റായിട്ടും വീഡിയോസ് ചെയ്യുന്ന സമയത്ത് യൂട്യൂബ് സപ്പോർട്ട് ചെയ്തിരുന്നു. പക്ഷേ ഇപ്പോൾ ഞാൻ ചെയ്യാതെ ആയപ്പോഴാണ് ഇങ്ങനെ ആയത്. കുഴപ്പമില്ല, ഇനി കമ്പൽസറി ആയിട്ടും ആഴ്ചയിൽ 2 വീഡിയോസ് തീർച്ചയായിട്ടും ഇടും. അപ്പോൾ എല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത നല്ല വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. അപ്പോൾ എല്ലാവരും ഹാപ്പി ആയിട്ടിരിക്കുക. താങ്ക് യു.